നമസ്കാരം. NTA UGC നെറ്റ് എക്സാം 2025 ഡിസംബർ ഷിഫ്റ്റ് നടക്കാൻ പോവുകയാണ്. ഈ എക്സാം എഴുതുന്നവരുടെ പരമമായിട്ടുള്ള ലക്ഷ്യം അസിസ്റ്റൻറ്റ് പ്രൊഫസർ ആകാനുള്ള ബേസിക് ക്വാളിഫിക്കേഷൻ സമ്പാദിക്കുക എന്നുള്ളതാണ്. എന്നാൽ എന്നെപ്പോലെയുള്ള ചിലർ നെറ്റ് കിട്ടിയിട്ടും JRF കൂടി കിട്ടണം എന്ന വാശിയോടെ എഴുതുന്നവരും ഉണ്ടാവും. ചിലരാകട്ടെ PhD ഉണ്ടായിട്ടും കുറേ പ്രാവശ്യം നെറ്റ് എഴുതിയിട്ടും കിട്ടിയില്ല, അപ്പോൾ അത് കിട്ടുന്നത് വരെ എഴുതണം, അത് നേടിയെടുക്കണം എന്ന് ചിന്തിച്ച് എഴുതുന്നവരുണ്ടാകാം. എങ്ങനെയുള്ള ആളായാലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് പഠിക്കുന്നതാണ് വെറുതെ മറ്റ് ഗൈഡുകൾ നോക്കി പഠിക്കുന്നതിനേക്കാൾ ലക്ഷ്യത്തിലെത്തിക്കുന്നത് എന്നാണ് എൻ്റെ അനുഭവം. കാരണം വൈദിക സാഹിത്യം, വ്യാകരണം, ജ്യോതിഷം, ദർശനങ്ങൾ, പുരാണ ഇതിഹാസം എന്നിങ്ങനെ പരന്നു കിടക്കുന്ന സിലബസിനെ എത്ര ശ്രമിച്ചാലും മുഴുവനായും മനസ്സിലാക്കാൻ സാധാരണ നമ്മളെപ്പോലെയുള്ളവർക്ക് സാധിക്കില്ല. എങ്കിലും കഴിവിൻ്റെ പരമാവധി ആത്മാർത്ഥമായി വിഷയങ്ങളുടെ പ്രാധാന്യത്തെ നഷ്ടപ്പെടാതെ അറിയുന്ന അംശങ്ങളെ തെറ്റുകൂടാതെ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ ശ്രമിക്കാം. 2019 നെറ്റ് സിലബസ് പരിഷ്കരിക്കുകയുണ്ടായി. അതുകൊണ്ട് പ്രധാനമായിട്ട് 2019 മുതലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. നമ്മളിവിടെ ചെയ്യുന്ന രീതി എന്താണെന്ന് വെച്ചാൽ, ഒരു ചോദ്യം എടുക്കും, എന്നിട്ട് ആ ചോദ്യത്തിൻ്റെ ഉത്തരം മനസ്സിലാക്കുന്നതോടൊപ്പം ഒരു 10 പോയിൻറ്റ്സ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എടുക്കുന്ന ചോദ്യം ഇതാണ്. 2019 ജൂണിൽ ചോദിച്ച ചോദ്യമാണ്. ആദ്യം ഇവിടെ നോക്കുന്നത് ന്യായവൈശേഷികം എന്നൊരു യൂണിറ്റ് ഉണ്ട് നമ്മുടെ സിലബസിൽ. സംസ്കൃതം ട്രഡീഷണൽ സബ്ജക്ട്സ് കോഡ് 73 ന്യായവൈശേഷികം എന്ന യൂണിറ്റിൽ നിന്നുമുള്ള ഒരു ചോദ്യമാണ്. 2019 ജൂണിൽ ചോദിച്ചതാണ്. വൈശേഷിക ദർശനേ ശിവാദിത്യസ്യ കഃ പ്രകരണഗ്രന്ഥഃ. വൈശേഷിക ദർശനേ ശിവാദിത്യസ്യ കഃ പ്രകരണഗ്രന്ഥഃ. വൈശേഷിക ദർശനത്തിൽ താഴെ പറയുന്ന ഓപ്ഷനുകളിൽ ഏതാണ് ശിവാദിത്യൻ്റെ പ്രകരണ ഗ്രന്ഥമെന്നാണ് ചോദ്യം. ഓപ്ഷൻസ്: 1 കിരണാവലി, 2 ലക്ഷണാവലി, 3 സപ്തപദാർത്ഥി, 4 ന്യായകന്ദളി. ഓപ്ഷൻ 1 കിരണാവലി, ഓപ്ഷൻ 2 ലക്ഷണാവലി, ഓപ്ഷൻ 3 സപ്തപദാർത്ഥി, ഓപ്ഷൻ 4 ന്യായകന്ദളി. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൽ നിന്ന് നമുക്ക് 10 പോയിൻറ്റ്സ് മനസ്സിലാക്കാം. അപ്പോൾ എന്താണ് ഒന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത്? ഒന്നാമത്തെ ഓപ്ഷൻ എടുക്കുക, കിരണാവലി. ഇത് ആരെഴുതിയ ഗ്രന്ഥമാണ് എന്ന് മനസ്സിലാക്കാം. അതാണ് ഒന്നാമത്തെ പോയിൻ്റ്. ഉദയനാചാര്യൻ്റെ കൃതിയാണ് കിരണാവലി എന്നത്. ഉദയനാചാര്യൻ്റെ കൃതിയാണ് കിരണാവലി എന്നത്. ഒന്നാമത്തെ പോയിൻ്റ് മനസ്സിലാക്കി. രണ്ടാമത്തെ പോയിൻ്റാണ്, രണ്ടാമത്തെ ഓപ്ഷൻ എടുക്കാം, ലക്ഷണാവലി. ലക്ഷണാവലി ആരുടെ കൃതിയാണ്? ഉദയനാചാര്യൻ്റെ തന്നെ കൃതിയാണ് ലക്ഷണാവലി എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ പോയിൻ്റ് പഠിക്കാം. നാലാമത്തെ ഓപ്ഷൻ എടുക്കുക, ന്യായകന്ദളി. ശ്രീധരാചാര്യൻ്റെ കൃതിയാണ് ന്യായകന്ദളി. ഇനി നാലാമത്തെ പോയിൻ്റ്, അതാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. സപ്തപദാർത്ഥി എന്നത് ശിവാദിത്യൻ എന്ന ആചാര്യൻ്റെ ഗ്രന്ഥമാണ്. ഇനി അഞ്ചാമത്തെ പോയിൻ്റ്, ശിവാദിത്യൻ എഴുതിയ സപ്തപദാർത്ഥി എന്ന ഗ്രന്ഥം വൈശേഷിക സിദ്ധാന്ത പ്രകരണ ഗ്രന്ഥമാണ്. ഇനി സപ്തപദാർത്ഥി എന്ന ഗ്രന്ഥത്തെപ്പറ്റി
ശ്രീ തങ്കസ്വാമി ശർമ്മയുടെ ദർശനമഞ്ജരിയിൽ പറയുന്ന ഭാഗം വായിച്ചുകൊണ്ട് 6, 7, 8, 9, 10 എന്നീ പോയിന്റുകൾ നമുക്ക് മനസ്സിലാക്കാം. സപ്തപദാർത്ഥി വൈശേഷിക സിദ്ധാന്ത പ്രദർശനപരോയം ഗ്രന്ഥഃ വിജയനഗര ഗ്രന്ഥമാലായാം കൽക്കത്ത ഏഷ്യാറ്റിക് ഗ്രന്ഥമാലായാഞ്ച മുദ്രിതഃ. ഏതാവതാ കാലേന സ്വതന്ത്രരൂപേണ പദാർത്ഥേഷു അപരിഗണിത അഭാവരൂപഃ പദാർത്ഥഃ അത്ര സപ്തമത്വേന പരിഗണിതഃ. യേന സപ്തപദാർത്ഥേതി നാമ സാർത്ഥകം സഞ്ജാതം. അപ്പോൾ 6ാമത്തെ പോയിൻ്റാണ്. അഭാവത്തെ 7ാമത്തെ പദാർത്ഥമായിട്ട് ഇതുവരെ 6 പദാർത്ഥങ്ങളെ പറഞ്ഞു പോന്നു. ദ്രവ്യഗുണകർമ്മ സാമാന്യ വിശേഷ സമവായങ്ങളാകുന്ന 6 പദാർത്ഥങ്ങളെ പറഞ്ഞു പോന്നു. ഈ ഗ്രന്ഥത്തിൽ അഭാവത്തെ 7ാമതായിട്ടുള്ള പദാർത്ഥമായി അംഗീകരിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഈ ഗ്രന്ഥത്തിന് സപ്തപദാർത്ഥി എന്ന പേര് ഉള്ളത്. അപ്പോൾ അഭാവത്തെ 7ാമത്തെ പദാർത്ഥമായി അംഗീകരിച്ചു എന്നുള്ളത് 6ാമത്തെ പോയിൻ്റാണ്. വിഷയവിശേഷേഷു സൂത്രം ഭാഷ്യമപി അതിക്രമ്യ സ്വമതം വിതനോതി. വൈശേഷികസൂത്രേഷു 3 ഇതി ന്യായസൂത്രേഷു 5 ഇതി വർണ്ണിതാ ഹേത്വാഭാസാ അത്ര 6 ഇതി വർണ്ണിതാ. ഹേത്വാഭാസങ്ങളെ 6 എണ്ണമായിട്ട് പറഞ്ഞിരിക്കുന്നു. ന്യായസൂത്രത്തിൽ 5 ഹേത്വാഭാസങ്ങളെന്ന് പറയുന്നു. വൈശേഷിക സൂത്രത്തിൽ 3 ഹേത്വാഭാസങ്ങളെന്ന് പറയുന്നു. എന്നാൽ ഇവിടെ ഈ ഗ്രന്ഥത്തിൽ സപ്തപദാർത്ഥിയിൽ ഹേത്വാഭാസങ്ങൾ 6 എണ്ണമാണ് എന്ന് പറയുന്നു. ഇതാണ് 7ാമത്തെ പോയിന്റ്. ഭാഷ്യോക്താഃ ദിശഃ ദശ അത്ര തു 11 ദിശ വർണ്ണിതാഃ. ഭാഷ്യത്തിൽ 10 ദിക്കുകളെ പറ്റി പറയുന്നു. എന്നാൽ സപ്തപദാർത്ഥിയിൽ 11 ദിക്കുകളെ വർണ്ണിക്കുന്നു. ഇതാണ് 8ാമത്തെ പോയിന്റ്. ഈശ്വര ഘ്രാണ രസന സ്പർശന ശ്രോത്ര മനോരൂപാണി സപ്തപ്രത്യക്ഷ പ്രമാണാനി. ഇതിൽ പറയുന്നു ഈശ്വര ഘ്രാണ രസന സ്പർശന ശ്രോത്ര മനോരൂപാണി സപ്ത പ്രത്യക്ഷ പ്രമാണാനി എന്ന് പറയുന്നു. ഇനി 10ാമത്തെ പോയിൻ്റാണ്. ഇതിൻ്റെ ഒരു വ്യാഖ്യാനമാണ് ജിനവർദ്ധിനി എന്നുള്ളത്. ജിനവർദ്ധിനി, മറ്റു വ്യാഖ്യാനങ്ങളുമുണ്ട്. ഒരു വ്യാഖ്യാനമാണ് ജിനവർദ്ധിനി എന്നത്. അപ്പോൾ ഇവിടെ പഠിച്ച ഈ ഒരു ചോദ്യത്തിൽ നിന്നും പഠിച്ച 10 പോയിന്റുകൾ എന്തൊക്കെയാണെന്ന് പറയാം. ഒന്നുകൂടി ഓർത്തു നോക്കാം. വൈശേഷിക ദർശനത്തിൽ ശിവാദിത്യൻ എഴുതിയ ഈ ആചാര്യൻ എഴുതിയ പ്രകരണ ഗ്രന്ഥം ഏതാണെന്നതായിരുന്നു ചോദ്യം. അതിൻ്റെ ഉത്തരം സപ്തപദാർത്ഥി എന്നുള്ളതാണ്. മറ്റു ഓപ്ഷനുകൾ കിരണാവലി എഴുതിയത് ഉദയനാചാര്യനാണ്. 3 ലക്ഷണാവലി എഴുതിയതും ഉദയനാചാര്യനാണ്. ന്യായകന്ദളി എഴുതിയത് ശ്രീധരാചാര്യനാണ്. 4, 5 ഇതൊരു സപ്തപദാർത്ഥി എന്നത് വൈശേഷിക സിദ്ധാന്ത പ്രകരണ ഗ്രന്ഥമാണ്. 6 അഭാവത്തിനെ 7ാമത്തെ പദാർത്ഥമായിട്ട് അംഗീകരിച്ചിരിക്കുന്നു. 7 ഹേത്വാഭാസങ്ങൾ 6 എണ്ണമാണെന്ന് പറഞ്ഞിരിക്കുന്നു. 8 11 ദിക്കുകളുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു. 9 സപ്തപ്രത്യക്ഷ പ്രമാണാനി എന്ന് പറഞ്ഞിരിക്കുന്നു. 10ാമത് ജിനവർദ്ധിനി എന്നുള്ളത് ഇതിൻ്റെ ഒരു വ്യാഖ്യാനമാണ്. ഇങ്ങനെ 10 പോയിന്റുകൾ. നമസ്കാരം.